എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഈ വനിതാ ദിനത്തിലെ നമ്മൾക്കേറെ സുപരിചിതയും പയ്യന്നൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയി 2 ടേം പ്രവർത്തിക്കുകയും ചെയ്ത എസ് ജ്യോതിയുമായിട്ട് വനിതാ ദിനത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വനിതകളുടെ ഒരു പ്രാധാന്യം എത്രത്തോളം നമ്മുടെ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുണ്ട് എന്നതൊക്കെ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അർത്ഥത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ, അവരെക്കുറിച്ചുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിന്, ഓർത്തെടുക്കുന്നതിന് ഒരു ദിവസം പ്രത്യേകമായിട്ട് വേണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നാലും അവർക്കൊരു ദിനമുണ്ട്. ആ ദിനത്തിൽ എസ് ജ്യോതി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകർക്ക്, അതുപോലെ തന്നെ നമ്മുടെ മുൻ നഗരസഭാ ചെയർപേഴ്സണ് എന്താണ് പറയാനുള്ളത് എന്നത് തേടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം വന്നിട്ടുള്ളത്. എസ് ജ്യോതിയുടെ ഒരു കുടുംബ പാരമ്പര്യമുണ്ട്. നമ്മൾ ആ ഒരു പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുൻ MLA-യും നമ്മുടെ പയ്യന്നൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സുബ്രഹ്മണ്യ ഷെണായിയുടെ മകൾ എന്നുള്ള രീതിയിലും ഇവര് ശ്രദ്ധേയമാണ്. ആ ഒരു പാരമ്പര്യവും ഉള്ള ഒരു വ്യക്തിത്വമാണ്, കുടുംബ പശ്ചാത്തലമുള്ള വ്യക്തിത്വമാണ് എസ് ജ്യോതി. എന്നാൽ എസ് ജ്യോതി തൻ്റെ അച്ഛൻ്റെ പാരമ്പര്യത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയല്ല, പൊതുപ്രവർത്തന രംഗത്ത് വന്ന വ്യക്തിയല്ല എന്നതും പയ്യന്നൂരിനറിയാം. എന്താണ് ജ്യോതിച്ചക്ക് ഈ വനിതാ ദിനത്തിൽ നമ്മുടെ സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? മാർച്ച് 8 വനിതാ ദിനമായിട്ട് ഇപ്പം കുറേ വർഷങ്ങളായി ആചരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ 1975 ഒരു വനിതാ വർഷം ആയിട്ട് ആചരിക്കുകയുണ്ടായി. അന്ന് എനിക്കൊരു 20 വയസ്സാണ്. അപ്പം അതിന് ശേഷമാണ് തുടർച്ചയായി വനിതാ ദിനം എന്ന രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വനിതകൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ആ 75 വനിതാ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം അക്കാലത്ത് സ്ത്രീകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ഇന്നതിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസമുണ്ട്, ചിലപ്പോൾ തൊഴിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ നല്ലൊരു മാന്യത സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അന്നത്തെ അവസ്ഥ അതായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ഒരു ടീച്ചർ പറഞ്ഞത്, പയ്യന്നൂരിൽ ഒരു കോളേജ് വന്നിട്ടില്ലെങ്കിൽ ഞാനൊന്നും ഇങ്ങനെ ഒരു അധ്യാപികയോ ഒരു പ്രിൻസിപ്പളോ ഒന്നും ആവുകയില്ല. കാരണം ആദ്യം പ്രീ ഡിഗ്രി മാത്രമുള്ള ഒരു കോളേജായിരുന്നു പയ്യന്നൂർ. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഡിഗ്രി തുടങ്ങിയത്. അത് തന്നെ പയ്യന്നൂരിലെ എൻ്റെ അച്ഛനടക്കം ഒരുപാട് സുമനസ്സുകളുടെ ഒരു വലിയൊരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ കോളേജ് വന്നിട്ടുള്ളത്. അതുവരെ 10ാം ക്ലാസ് പഠിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ വിഷമമായിരുന്നു. കാരണം എല്ലാ പഞ്ചായത്തിലും സ്കൂളുകളില്ല. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കും. സമ്പന്ന കുടുംബങ്ങളിലെ പെൺകുട്ടിക്ക് ചിലപ്പോൾ കോഴിക്കോട് പോലുള്ള ഹോസ്റ്റലുകളിൽ താമസിച്ച് പ്രൊവിഡൻസ് അങ്ങനെ വലിയ സ്കൂളുകളിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഏറ്റവും ദരിദ്ര കുടുംബങ്ങളായിരുന്നു. ആ പെൺകുട്ടികൾക്കൊന്നും ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ ജോലി സമ്പാദിക്കുക എന്നുള്ളതൊരു സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ എല്ലാ പഞ്ചായത്തിലും സ്കൂളുകളും പയ്യന്നൂരിലൊരു കോളേജും വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വം, ഒരു ജോലി, വിദ്യാഭ്യാസം ഇതൊക്കെ നേടാൻ സാധിച്ചത് എന്നുള്ളത് ഇന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പെൺകുട്ടികൾ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ഈ മാർച്ച് 8 എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയായി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും സമൂഹത്തിലുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ ചിലപ്പോൾ കല്യാണം കഴിച്ചയച്ചാൽ നമ്മളെല്ലാം ഉത്തരവാദിത്വം തീർന്നു എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഷൈനി എന്ന് പേരുള്ള ആ നഴ്സും ആ 2 കുട്ടികളെയും കൂടി ആത്മഹത്യ ചെയ്തത് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്.
പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിത്തീരും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ഈ വനിതാ ദിനത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, ഒരുപാട് വനിതാ സംഘടനകളുണ്ട്. ഗവൺമെന്റ് പറയുന്നുണ്ട് ഞങ്ങൾ സ്ത്രീ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നു. ഈ പുതിയ ഇനി മുതൽക്ക് കേരളം ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഉള്ള കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നീങ്ങുന്ന ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പുരോഗമന അല്ലെങ്കിൽ വനിതാ സംഘടനകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ പോയി ഈ കാര്യങ്ങൾ പറയുന്നില്ല? മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ആരോടെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ, അവരെ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയോ എന്നാണ് എനിക്ക് തോന്നി. ഇപ്പൊ ഈ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മരിക്കേണ്ടായിരുന്നു, നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കായിരുന്നു, ആ പെൺകുട്ടികളോട് അനീതി കാണിച്ചു, മക്കളെ അങ്ങനെ കൊലക്ക് കൊടുക്കേണ്ടതില്ല എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവര് മറ്റു പലരെയും ഈ ആസ്പത്രികളിലൊക്കെ കയറിയിട്ട് ജോലി അന്വേഷിച്ചു? 18 ആശുപത്രിയിൽ കയറി എന്നാ പറയുന്നത് ഒരു നേഴ്സ്. ആരും തൊഴിൽ കൊടുത്തില്ല. ഇതന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇന്ന് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പണ്ട് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഇന്നതല്ല, ഇന്ന് ഒരു വിദ്യാസമ്പന്നമായ സമൂഹമാണ് കേരളം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പക്ഷെ തൊഴിൽ മേഖല വളരെ ശുഷ്കമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. തൊഴിലുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ പോരാ. ഇത് മാറി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വീടുകളിൽ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ, അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ആവശ്യമായ പരിഗണനയും പ്രാതിനിധ്യവും ലഭിക്കുന്നുണ്ടോ എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഈ ദിനത്തിൽ? അതെ അതെ, അപ്പൊ ചർച്ച ചെയ്യണം. കാരണം ഇപ്പൊ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പല വേദികൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീ പോലും, ഒരു പേരിന് ചിലപ്പോൾ ഒരു സ്ത്രീ ഉണ്ടാകുന്നില്ല. ഇപ്പൊ മുരളി തുമ്മാരക്കുടിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്? മുരളി തുമ്മാരക്കുടി പലപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നൊരു കാര്യമാണ്. സ്ത്രീകളില്ലാത്ത വേദികളാണെങ്കിൽ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരൂല. കേരളത്തിൽ ഇന്നും അതിന് മാറ്റം സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഒരു പുരുഷ മേധാവിത്വ സമൂഹം തന്നെയാണ് നമ്മളത്. പക്ഷെ എന്നാലും ഇനിയും മാറണം, ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഒന്ന് തൻ്റെ ഇടത്തോടു കൂടി സ്വന്തം അഭിപ്രായം പറയുകയും സ്വന്തം കാലിൽ നിൽക്കാൻ തൻ്റെ ഇടം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെ ആർക്കും വലിയ താല്പര്യമില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അതും ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ളവരെ പിന്നെ ഇങ്ങനെയുള്ള വേദികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരണം. അങ്ങനെ ആയാലും മാത്രമേ നമുക്ക് ഇപ്പൊ പകുതി 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം കൊടുത്തു. ഇനിയിപ്പോ ചിലപ്പം നിയമസഭകളിലും പാർലമെന്റിലും വരുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിലെ എല്ലാ മേഖലകളും, കാരണം സ്ത്രീകള് കുടുംബത്തില് ഇപ്പൊ സ്ത്രീകളെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവർക്ക് ഒരു കുടുംബത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം, അതായത് വരുന്ന പണത്തിന് കണക്കായിട്ട് ചെലവ് ചെയ്യുക. അത് അവരെ മനസ്സ് ഏതെല്ലാം മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അനുഭവിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ മോനോടെല്ലാം പറയുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യവും നമ്മളെ മനസ്സിൽ ഒരു സാധനം എവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഇത്ര പൈസയുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും സ്ത്രീകൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ആ കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ സാധിക്കും. പക്ഷെ അതിനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അത് പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, അതുപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരു പരിമിതിയാണത്.
കാരണം എന്ന് പറഞ്ഞാല് അവര് പിന്നെ ചില നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ റിസർവേഷൻ ഉണ്ടായത് കൊണ്ട് സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നു. അത് നിർബന്ധിതരായതുകൊണ്ടാണ്. ആ ഒരു പരിഗണന എന്തുകൊണ്ട് പിന്നെ റിസർവേഷൻ ഇല്ലാത്ത നമ്മുടെ നിയമസഭകളിലും പാർലമെന്റിലും നൽകുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില സദസ്സുകളിൽ പലപ്പോഴും സ്ത്രീകൾ ഒന്നുണ്ടായാൽ വലിയ കാര്യം ആയി. ആ രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക? അതിനെക്കുറിച്ച് എന്താണ് ജ്യോതിച്ചിക്ക് പറയാനുള്ളത്? അത് ഇതിന്റെ തുടർച്ച തന്നെയാണ് അത്. കാരണം ഒരു സമൂഹത്തിലെ പുരുഷന്മാർക്ക് തന്നെയാണ് ഇന്നും പ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ സ്ത്രീ ഒരു രണ്ടാം കിട പൗരാന്നുള്ളത് ഇന്നും മാറിയെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കൂല. എന്ത് റിസർവേഷൻ വന്നാലും സമൂഹത്തിന്റെ മനസ്ഥിതി മാറണം. ആ മനസ്ഥിതി മാറാൻ ഉള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടത്. അതിനെന്തുവാണെന്ന് വെച്ചാൽ വീട്ടില് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ, അതായത് ആൺകുട്ടികളുടെ നമ്മൾ ബോധവൽക്കരണം നടത്തണം. നമ്മൾ വീട്ടില് എന്ത് ബോധവൽക്കരണം നടത്തി തുല്യത നടപ്പിലാക്കിയാലും കുട്ടികൾ പലതും സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, പുറത്തുനിന്ന്. അപ്പൊ എൻ്റെ വീട്ടില് ചിലപ്പോൾ ആൺകുട്ടികളോട് ഞാൻ അവര് സ്വയം എല്ലാം അലക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പാചകം ചെയ്യാനോ അതുപോലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാനോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പുറത്തിറങ്ങിയാല് സമൂഹത്തിൽ കാണുന്നത് അതല്ല. സമൂഹത്തിൽ കാണുന്നത് ഇതുപോലെ സ്ത്രീകളെ അകറ്റി ഒരു മൂലക്ക് ഇരുത്തുക. എന്നിട്ട് ഒരു സ്റ്റേജിൽ ഞാൻ ഇതിനിടെ കണ്ടത് ഒരു വലിയൊരു സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രവർത്തനം, പുരോഗമന സാംസ്കാരിക സംഘടന തന്നെയാണ് ഒരു പരിപാടി. ആ പരിപാടിക്ക് ഒരു 5 or 10 കേന്ദ്രങ്ങളിലാണ് പരിപാടി. ഒരു സ്ത്രീ പോലും അതിൻ്റെ ആ പ്രഭാഷണങ്ങളിൽ ഒരു സ്ത്രീന്റെ പേര് പോലും ഇല്ല. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇപ്പൊ വായനായനം പരിപാടികളൊക്കെ നടക്കുമ്പോൾ എത്ര സ്ത്രീകളാണ് പുസ്തക ചർച്ചകളില് ചർച്ചക്ക് മുൻകൈ എടുക്കുന്നത്, അവര് ആ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ല, സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വീട്ടുമുറ്റങ്ങളിൽ നിന്ന് നടത്തുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പല മേഖലകളിലും വൈദഗ്ധ്യമുള്ളവര്. പക്ഷെ അവരൊന്നും ഉപയോഗിക്കാൻ ഇത് തന്നെ അവസ്ഥ. കാരണം അത് ഒരു മെന്റാലിറ്റിയാണ്, ഒരു മാനസിക അവസ്ഥയാണ്. അത് പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് മാറണമെങ്കിൽ ഒരുപാട് പ്രയാസം ഉണ്ട്. ഇനിയും മാറും. കാരണം എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അവരിതൊന്നും വകവെച്ചു കൊടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അവരിന്ന് ഒരുപാട് മാറ്റം ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പം കാണാൻ സാധിക്കുന്നില്ലേ, പുരുഷന്മാർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് സമൂഹത്തിലുള്ള വലിയ പ്രശ്നം. ഒരു 10 or 15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ എന്താണ്? പെണ്ണ് കാണാൻ വേണ്ടി പോവും അല്ലെ ചെറുപ്പക്കാര്. എന്നിട്ട് ഒരു വീട്ടിൽ പോയി ആടുന്ന് ചായയെല്ലാം കുടിച്ച് അടുത്ത വീട്ടിൽ പോവും. അങ്ങനെ കുറെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് തൃപ്തിയില്ല, വേണ്ട ഈ പെൺകുട്ടീനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന. കാരണം സാമ്പത്തികം നോക്കും, അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുക. ഇന്ന് അവസ്ഥ മാറിയില്ലേ, പെൺകുട്ടികൾ തയ്യാറാവുന്നില്ല കല്യാണം കഴിക്കാനും. പിന്നെ എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ബാധ്യത, മക്കളുടെ ബാധ്യത എല്ലാം ഏറ്റെടുക്കേണ്ടി വരിക മിക്കവാറും സ്ത്രീകളായിരിക്കും. ചില കൂട്ടുകുടുംബം തന്നെ, പുരുഷന്മാർ അതിന്റെ സാമ്പത്തിക ബാധ്യത വഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നാലും മറ്റൊരുപാട് കാര്യങ്ങൾ, ഒരു കുട്ടിക്ക് ഒരു 18 വയസ്സാവുന്നത്, 18 വയസ്സും പോരാ, ഒരു ജോലി കിട്ടുന്നവരെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ബാധ്യത. ആ ബാധ്യത സ്ത്രീകളുടെ ചുമലിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ പെൺകുട്ടികൾ ഇപ്പോൾ കുട്ടികള് വേണ്ട എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട് അത് നമുക്ക് സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ അവസ്ഥ, അത് കുടുംബത്തിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഇത്തരം അവസ്ഥകളാണ് പുതിയ തലമുറയെ ഈ രീതിയിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. ഇതിന് മാറ്റം വരണം. അവരുടെ വീടുകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്നുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വിവാഹം വേണ്ട, അതുപോലെ തന്നെ കുട്ടികൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ടാവുക എന്നതാണോ പറഞ്ഞത്? ആ കുട്ടികൾ പറയുന്നുണ്ട്,
ചില കുട്ടികള് ഇപ്പൊ നല്ല വിദ്യാഭ്യാസം ഉണ്ടവർക്ക്, അവര് പണ്ടത്തെ പോലെ ആരെങ്കിലും പേടിച്ച് ഇങ്ങനെ കഴിയുന്ന കൂട്ടത്തിലല്ല. അവർക്ക് അറിയാം കാര്യങ്ങൾ, അവർക്ക് അറിയാം. അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ ജീവിതം കണ്ടിട്ടല്ലേ നമ്മൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് വരേണ്ടത്. അതന്നെ അവസ്ഥ, അത് കണ്ടിട്ട് തന്നെയാണ്, അനുഭവം തന്നെയാണ്, ഓരോരാളുടെയും അനുഭവം. കാരണം ഒരുപാട് അവർക്ക് സ്വയം ഉയരാനുള്ള സാധ്യതകൾ അത് പലപ്പോഴും സമൂഹത്തിൽ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ബാധ്യതകൾ എടുത്തു വെക്കുമ്പോൾ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. കാരണം കുട്ടികൾ ചിലപ്പോ പിന്നെ 18 20 വയസ്സെല്ലായി പഠിക്കാൻ വേണ്ടി സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ചിട്ടോ എല്ലാം പഠിക്കാനാകുമ്പോൾ കുറച്ച് ശ്വാസം കഴിക്കാനുള്ള ഇത് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവര് പുറത്തിറങ്ങി അവർക്ക് ആവശ്യമുള്ള സാംസ്കാരിക പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കോ പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ കുട്ടികൾ പറയുന്നത്, അതുവരെ അവർക്ക് ഈ 40 വയസ്സ് വരെ ഇങ്ങനെ വീട്ടിനുള്ളിൽ കഴിയേണ്ടവരാണോ സ്ത്രീകൾ? അല്ല, അവർക്കും ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാനുള്ള അവസരം ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിൽ. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളായിരിക്കണം ഈ മാർച്ച് 8 നടക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ഇപ്പോഴും കുറെയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും വീടുകളിൽ ഏറ്റവും കൂടുതൽ തളച്ചിടപ്പെടുന്ന വീടിന്റെ കാര്യങ്ങൾ എ മുതൽ സെറ്റ് വരെയുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്നത് നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരുമാണ്. പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായമാണെങ്കിൽ ഇന്ന് അത് അണുകുടുംബത്തിലേക്ക് മാറിയിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറെ ആൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും രാവിലെ ചോറാക്കി കറിയെല്ലാം ആക്കിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. അതിനുശേഷം വന്നിട്ട് രാത്രി അവരുടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് ജോലിയാണ്. അങ്ങനെ ഒരു അമിതമായ അധ്വാനം ഈ സ്ത്രീകൾക്ക് ഉണ്ട് എന്നതും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി, അതെല്ലാവർക്കും ഉണ്ട് എന്നതൊന്നല്ല. പരസ്പരം സഹകരിച്ച് ഭാര്യയും ഭർത്താവും തുല്യമായി ജോലി ചെയ്ത് വീട്ടുജോലിയിലും സഹായിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നും ഒരു വളരെ കൂടുതൽ ശതമാനം ഇത്തരം കൂടുതൽ ജോലി തങ്ങളുടെ വീട്ടിലും അതുപോലെ തൊഴിലിടങ്ങളിലും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഇരട്ടി ജോലി തന്നെയാണ്. കാരണം ഈ വീട്ടുജോലികളിൽ നിന്ന് ഒരു അമ്മ എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന്, കുടുംബ ഭരണത്തിൽ നിന്ന് സ്ത്രീക്ക് എപ്പോഴും മോചനമില്ല. ഇന്നത്തെ അവസ്ഥയിൽ മോചനമില്ല. അപ്പൊ തൊഴിലും കൂടി ഉണ്ടെങ്കിൽ തൊഴിൽ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ്. ആ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ജോലി നഷ്ടപ്പെടുത്താതെ ഇതും കൂടി ഏറ്റെടുത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീ ഇരട്ടി ഭാരം ചുമക്കുന്നു. അത് മാത്രല്ല, എനിക്കിപ്പോ പറയാനുള്ളത്, ഈ 90-ല് ആദ്യമായി ജില്ലാ കൗൺസിൽ ഇലക്ഷൻ വന്നു. അതിലാണ് ആദ്യമായിട്ട് 30% വനിതാ സംവരണ നില ഏർപ്പെടുത്തിയത്. അതുവരെ എങ്ങനെയാ വെച്ചാൽ പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും. അത് മാത്രമേ, അതിങ്ങനെ ഒരാളിങ്ങനെ പേരിന് വെക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അക്കാലത്ത് വന്ന ചർച്ച, ഈ ഇലക്ഷൻ പ്രചരണങ്ങളിലും വന്ന ചർച്ച എന്താ വെച്ചാല്, സ്ത്രീ ഒരു 3 ഇരട്ടി ജോലി ചെയ്യേണ്ടി വരുന്നു. ഇല്ല, ഇപ്പോഴും അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. തൊഴിലിന് പോകുന്നവര് അവര് കുടുംബഭരണം നോക്കണം, അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങി. അന്ന് പറഞ്ഞ എന്താണെന്നറിയോ, അന്ന് സ്ത്രീകള് ഇങ്ങനെയുള്ള ഭരണ മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമായിരുന്നു. അന്ന് പറഞ്ഞത്, സാധാരണ 2 സ്ത്രീകള് കൂടി കാണുമ്പോൾ സംസാരിക്കുന്നത് ആഭരണങ്ങളെ കുറിച്ചിട്ടും സാരീനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷെ ഈ അധികാര വികേന്ദ്രീകരണം വന്ന് അതുപോലെ അധികാര മേഖലയിൽ സ്ത്രീകൾ പ്രവേശിക്കുമ്പോൾ അവര് നമ്മളെ നാട്ടിന്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക്, അതായത് റോഡുകൾ എങ്ങനെ, മനുഷ്യന്റെ ആവശ്യങ്ങൾ, കുടിവെള്ള പദ്ധതികളെ കുറിച്ച്, കുടിവെള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച്, സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ നിർബന്ധിതരാകുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ 3 ജോലി ചെയ്യാണ്. എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ 3 തരം ജോലികൾ. അത് പക്ഷെ സ്ത്രീകൾ അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ള തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരുപാട് അവര് സഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുടുംബത്തിന്റെ ഒരു പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ അത് കുറച്ചും കൂടി അനായാസേന കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകൾ, അതുപോലെ തന്നെ അമ്മ വളരെ ചെറുപ്പത്തെ മരിച്ചുപോയ ഒരു മകളാണല്ലോ നിങ്ങൾ, അല്ലെ? 3 വയസ്സില്. നിങ്ങളുടെ ജ്യോതിച്ചയുടെ 3-ാമത്തെ വയസ്സിൽ മരിച്ചു. അച്ഛൻ എപ്പോഴും വീട്ടിൽ കിട്ടാത്ത
ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, അങ്ങനെയുള്ള ഒരാള്, അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ച വളർന്നു വന്ന നിങ്ങൾ പിന്നീട് ഒരു പൊതുപ്രവർത്തകയായി. പിന്നെ നിങ്ങളുടെ മക്കള്, രണ്ട് മക്കളല്ല, ഒരു മോനും ഒരു മോളും, ഇവരോട് നിങ്ങൾക്ക് അച്ഛൻ നിങ്ങളോട് നീതി പുലർത്തിയിരുന്നു അല്ലെങ്കിൽ അത് ഉത്തരം പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന് ഫുൾ ടൈം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയ എന്താണെന്നറിയോ, ഞാൻ 65 മുതൽ അന്ന് എനിക്ക് 10 വയസ്സ് നമ്മൾ പയ്യന്നൂര് കരുവാച്ചേരി വാടക വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടാവുക. ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിന്റെ പിന്നിലുള്ള പടുകുളിന്റെ വീട്ടിന്റെ അടുത്തുള്ള വീട്ടില്. അപ്പൊ അച്ഛൻ രാവിലെ പോയി, ബാക്കി എല്ലാരും ചെറിയതാണ്. എനക്കെന്നെ 10 വയസ്സ്, 8 പേരുണ്ട് നമ്മള്. അപ്പൊ ഈ പീടിയന്റെ വാടക പീടിയുണ്ടല്ലോ, അതുപോലെ സാധനം വാങ്ങാൻ പോവുക, റേഷൻ ഷോപ്പിൽ പോവുക, കറണ്ട് ബില്ല്, ഇതെല്ലാം ചെയ്യുന്ന ആള് ഞാനാണ്. ചെറുപ്പത്തിലേ എന്റെ ഉത്തരവ്, ഞാൻ മൂത്തയാളായതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ടൊരു ശീലം എനിക്കുണ്ട്. പക്ഷെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ഒരു സ്ത്രീ പക്ഷപാതിയാണ്. അച്ഛനെ അങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്വന്തം ഭാര്യനെ പോലും നീന്ന് വിളിക്കൂല. എല്ലാരെയും അവര് ഇവര് എന്നെല്ലാം വിളിക്കുന്ന, അമ്മേനെല്ലാം കൂട്ടിയിട്ടേ വിളിക്കൂ. അത് പ്രായമൊന്നും നോക്കൂല. അങ്ങനെയുള്ള ആളാണ് അച്ഛൻ. അപ്പൊ അങ്ങനെ അച്ഛൻ എന്നോട് നീതി കാട്ടി വെച്ചാൽ അച്ഛന്റെ അക്കാലത്ത് പറ്റാവുന്ന രീതിയിലുള്ള ഇത് നമ്മളോട് എല്ലാവരോടും. അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അച്ഛനെ കിട്ടുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകനായാൽ പോലും കാരണം അച്ഛൻ്റെ ഒരുപാട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ആദർശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചു. ഒന്ന്, ആഭരണ ഭ്രമം ഇല്ലാതാക്കാൻ, വിവാഹ ആഡംബരം ഇല്ലാതാക്കാൻ. അതെല്ലാം ഞാൻ എൻ്റെ മക്കളില് പരീക്ഷിച്ചിട്ട് നടപ്പിലാക്കിയത്. അവരെ കുട്ടികളോട് നീതി കാട്ടി വെച്ചാല് എനിക്ക് ഒരു ലേശം സങ്കടമുണ്ട്. കാരണം എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ എനിക്ക് 28 വയസ്സാണ്. എന്റെ മോന് 39 ദിവസം പ്രസവിച്ചിട്ട് 39 ദിവസം, മോക്ക് 2.5 വയസ്സ്. എനിക്ക് ഞാൻ സൊസൈറ്റി പ്രസിലെ അറിയാലോ, 25. എനിക്ക് ചെറുപ്പത്തില് എന്റെ അമ്മ ടീച്ചറാണ്, ഹിന്ദി, മംഗലാപുരം കാനറ ഗേൾസ് സ്കൂളിലെ ഹിന്ദി അധ്യാപികയായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ച് വരുമ്പം പിന്നെ രാജിവെച്ചതാണ്. അപ്പൊ എനിക്ക് പണ്ടേ ആരും സ്കൂളിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ടീച്ചറാവണം. പക്ഷെ ഞാൻ പിന്നെ ഈ സൊസൈറ്റി ഇനി പോയി സഹകരണ ട്രെയിനിങ്ങിനെല്ലാം 75 ഞാൻ പോയി ട്രെയിനിങ്ങിന്. സൊസൈറ്റി പ്രസ്സില് ജോലി ചെയ്ത് ആടുന്ന് വന്ന് റൂറൽ ബാങ്കിൽ ഒരു ഒഴിവുണ്ടായപ്പോ അപേക്ഷിച്ച്. അന്ന് എന്റെ ഭർത്താവ് ക്യാൻസറായിരുന്നു, 30 വയസ്സേ ഉള്ളൂ, പട്ടാളത്തിലുണ്ടായതാണ്. അപ്പോ ക്യാൻസർ രോഗം മൂലം ഏകദേശം വല്ലാത്ത ഒരു അവസ്ഥയിലായ സമയത്ത് ഞാൻ അപേക്ഷയോടെ കൊടുത്തപ്പോൾ എന്നെ അവര് പരിഗണിച്ച് എനിക്ക് അവിടെ ജോലി കിട്ടി. അപ്പൊ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം 20 വയസ്സ് മുതൽ എനിക്ക് ഉണ്ട്. ചെറിയ പൈസയാണെങ്കിലും സൊസൈറ്റി പ്രസിൽ ചെറിയ പൈസ 200 റുപ്യൊക്കെ ഞാൻ ജോലി. നിങ്ങൾ അവിടെ അതിന്റെ ചുമതലക്കാരിയായിട്ടുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലല്ലേ ഉണ്ടായിരുന്നു? അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ഹോട്ടലിന്റെ തൊട്ട് മുമ്പിലാണ്. അക്കാലത്ത് ഈ JDC ഒന്നും കഴിഞ്ഞിട്ട് വരുന്നവര് കുറവാണ്. ക്വാളിഫൈഡ് ആയ നിങ്ങളെ നിയമിച്ചു, അങ്ങനെ നിയമിച്ചു. അപ്പൊ ഈ റൂറൽ ബാങ്കിൽ വന്ന പിന്നെ എനിക്കൊരു കുറെ നേട്ടങ്ങൾ ഉണ്ടായത്. അപ്പൊ എനിക്ക് ഈ കുട്ടികളെ എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട്. കാരണം ഒന്നാമത് അച്ഛൻ്റെ ഇത് കണ്ടു വളർന്നതും, പിന്നെ ചെറുപ്പം മുതൽക്ക് ഈ പുറത്ത് സഞ്ചരിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. അത് മാത്രമല്ല അച്ഛനും എന്നോട് പറയും, ഞാൻ ഈ തർക്കിക്കും നല്ലോണം പീടിയെല്ലാം പോയിട്ട് അച്ഛന്റെ കൈയും പിടിച്ച്. അച്ഛൻ മാണിക്കമ്മേന്റെ ബേക്കറിയില് അധികം ഉണ്ടാവും. ഞാൻ പെരുതി പോവും, ഇല്ലെങ്കിൽ സെൻട്രൽ ബസ്സാല് അവിടെ സിഗരറ്റ് മേടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും പോയാൽ. അപ്പൊ എന്റെ കൈയും പിടിച്ച് സഞ്ചിയും വാങ്ങി പച്ചക്കറി വാങ്ങാനോ സാധനം, അന്നേരം എല്ലാരും എന്നെ സ്വീപ്പാക്കും. ഒന്നാണ് എന്നോട് അവര് പറയും, ഉപ്പിന് ഏത് പീടിയയിലാ കുറവ് വില എന്നുള്ളത് ഇവളോട് ചോദിച്ചാൽ മതി പറയാം. അപ്പൊ ഞാനിതെല്ലാം അന്വേഷിച്ചിട്ട് അവരോട് തർക്കിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ചെറുപ്പത്തിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അങ്ങനെയുള്ള എന്റെ ഈ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതുകൊണ്ട് ഈ കുട്ടികളെ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്.
സാമ്പത്തിക ഭദ്രത പ്രധാനമല്ലേ, വളരെ അപ്പൊ ഇമ്പോർട്ടന്റ് അത് ഉള്ളത് കൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ പോലും ആശ്രയിക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ കുട്ടികൾ ഏകദേശം 7 വയസ്സും 10 വയസ്സും ആയതാണ് ഞാൻ ഈ നിർബന്ധിക്കപ്പെട്ടത് ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ. ജില്ലാ പഞ്ചായത്തിന് മുമ്പുള്ള ജില്ലാ കൗൺസിൽ ജ്യോതിച്ച് അത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ടി കെ ബാലേട്ടൻ പ്രസിഡന്റ്. അത് വലിയ ഡിവിഷൻ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഫുൾ ഒരു ഡിവിഷനാണ്. പിന്നെ കരിവള്ളൂരും അതെല്ലാം വേറൊരു ശ്രീമ ടീച്ചർ രാമന്തലി ഡിവിഷൻ, അങ്ങനെയുള്ള വലിയ ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഈ സാക്ഷരതാ പ്രവർത്തനത്തില് ഞാൻ ചെറുപ്പത്തിൽ SFI ആയിട്ട് പിന്നെ സ്കൂളിൽ മത്സരിക്കലും പിന്നെ പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മത്സരിച്ചിട്ടെല്ലാം ഇതിൻ്റെ പ്രവർത്തനം. പിന്നെ ഞാൻ പിന്നെ ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഈ ജോലിയായിട്ട് കുട്ടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിന്. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഞാൻ ഈ സാക്ഷരതാ പ്രവർത്തനം വന്നപ്പോൾ അതിൻ്റെ സർവേ മുതൽ പങ്കെടുത്തു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനൊരുപാട് പരിശീലനങ്ങൾ ഉണ്ടായിരുന്നു. പരിശീലനങ്ങൾ പറഞ്ഞാൽ കുറെ നല്ല സാക്ഷരതാ ഗാനങ്ങള് പാടി. പിന്നെ ഈ അന്നത്തെ കാലം ഇന്നത്തെ പോലെ അല്ല, നമുക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഈ ചുണ്ടപ്പ് വെക്കുക എന്നുള്ളത് ഈ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കും വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. എനിക്കത് നല്ല ബോധ്യമുണ്ട്. കാരണം നമ്മൾ ബാങ്കിലെല്ലാം വന്നാല് ഈ പണയം വെക്കാനെല്ലാം വരും. അപ്പോൾ എഴുതാനറിയില്ല, പേരെഴുതി ഒപ്പിടാനറിയില്ല. ചുണ്ടൊപ്പ് വെക്കണം എന്ന് പറയുമ്പോൾ അവരൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ഭയങ്കര. അവര് നമ്മൾ ചുണ്ടൊപ്പ് വെപ്പിക്കൽ അത്. അപ്പൊ ഈ എഴുതാനും വായിക്കാനും പഠിക്കണം എന്നില്ല, ഒരു പേരെങ്കിലും എഴുതാൻ പഠിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിട്ട് അവരുടെ മനസ്സിൽ അവര് പറയും. പണ്ടത്തെ സ്ത്രീകളല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ആ സാക്ഷരതാ പ്രവർത്തനത്തിൽ പോയി എൻ്റെ വീട്ടിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സില് ഇവര് പിന്നെ അങ്ങനെ ഒരു താല്പര്യം കൊണ്ട് സാക്ഷരതാ പ്രവർത്തനം. അപ്പൊ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ അന്ന് കൾച്ചറൽ ഫോറത്തിന്റെ കേരള ഈ യുവജനോത്സവം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കേരളോത്സവത്തിന്റെ അതില് പിന്നെ ഒരുപാട് ഇതെല്ലാം ഉണ്ടായിരുന്നു. മാർഗംകളി, തിരുവാതിരക്കളി, അതിന്റെ പിന്നണിയില് പാടാൻ നമ്മളെല്ലാരും ഉണ്ടാവും. ഈ ഭാഗത്തെ എല്ലാ പെണ്ണുങ്ങളും സ്ത്രീ കുട്ടികളും എല്ലാരും കൂടിയിട്ടാണ് ആ പരിപാടി. അപ്പൊ അങ്ങനെ കണ്ടിട്ടും എന്തോന്നറിയില്ല, ജില്ലാ കൗൺസിലില് മത്സരിക്കാൻ വേണ്ടി വളരെ ഭയങ്കര പ്രയാസം. കാരണം എൻ്റെ മോന് 7 വയസ്സാണ്, മോക്ക് 10 വയസ്സ്, 2.5 വയസ്സിന്റെ വ്യത്യാസം അവര്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ അനാഥരാക്കിയിട്ട് അന്ന് എന്ന് പറഞ്ഞാലുണ്ടല്ലോ രാവിലെ മുതൽ ഏകദേശം ഒരു 12 മണി വരെ ഇലക്ഷന്റെ പ്രവർത്തനം. ഇന്നത്തെ പോലെ സമയമൊന്നുമില്ല, നിഷ്ഠ. അപ്പൊ അങ്ങനെ ശീലായി. പിന്നെ അതിൽ മുഴുകി കഴിഞ്ഞപ്പോ നമുക്കിത് രക്തത്തിലുണ്ടല്ലോ ഈ പൊതുപ്രവർത്തനം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കേട്ടാല് ഇല്ല അങ്ങനെ ഒരു ചോരത്തിറപ്പ് ഇപ്പൊ ഉണ്ടാവും. അങ്ങനെ അപ്പൊ അത് ചെറുപ്പത്തിലെ എന്റെ വീട്ടില് പിന്നെ ഒരു കോടതി മുറി പോലെയാണ് മധ്യസ്ഥെല്ലാം. നമ്മുടെ വീട്ടില് ഈ ചർച്ചയെല്ലാം ഉണ്ടാവും. അതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് മാസങ്ങളോളം മട്ടന്നൂരും കുത്തുറമ്പല്ലൂരില് കുറെ ആളുകള് ഇവിടെയല്ല പെരുങ്ങോത്ത് നമ്മൾ താമസം മാറ്റിന് അന്നേരം അവിടെ താമസിക്കാൻ. അതുപോലെ ഏതെങ്കിലും പിന്നെ പ്രതികളെല്ലാം ഉണ്ടെങ്കിൽ താമസിക്കാനുള്ള നമ്മളെ വീട്ടില് വലിയൊരു പൂമുഖം ഉണ്ടായിരുന്നു. 8 ഏക്കർ വലിയ പറമ്പുമാണ്. ആടാരും അങ്ങനെ എന്റെ അച്ഛന്റെ പേരുള്ളത് കൊണ്ട് ആരും ധൈര്യത്തില് വരില്ല. അങ്ങനെയെല്ലാം നമ്മളെ ഇതിന്റെ എല്ലാം ദൃക്സാക്ഷിയായിട്ട് ഞാൻ എപ്പോ ഇരിക്കും ഈ ചർച്ചക്ക് ഈ മധ്യസ്ഥലം പറയും. അപ്പൊ അങ്ങനെയുള്ള കുറെ അറിവുകളും അനുഭവങ്ങളും പിന്നീടുള്ള പിന്നെ ജില്ലാ കൗൺസിൽ അംഗം, അതുപോലെ തന്നെ നഗരസഭ ചെയർപേഴ്സൺ അല്ലെ. അതായത് ജില്ലാ കൗൺസിലേക്ക് പോയതിന് ശേഷം എനിക്ക് ഈ ഒരു താല്പര്യം വന്നു. അങ്ങനെയാണ് പയ്യന്നൂരിലെ നഗരസഭയിലെ നിങ്ങൾ പയ്യന്നൂർ നഗരസഭയിലെ ആദ്യത്തെ ടേം പിന്നെ ജനറൽ ആയിരുന്നു, അല്ല റിസർവേഷൻ വനിതാ പ്രാതിനിധ്യമായിരുന്നു. രണ്ടാമത്തെ ടേം അത് ജ്യോതിയച്ചയുടെ ഒരു പ്രവർത്തനം മികവ് മാനിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പിന്നെ ഒരു പൊതുവായ ഒരു അല്ലെ വേണമെങ്കിൽ ഒരു പുരുഷന് കൊടുക്കാമായിരുന്ന ആ സീറ്റ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ എത്ര ടേം ഉണ്ടായിരുന്നു പയ്യന്നൂർ നഗരസഭയില്? 2 ടേം. എത്ര വർഷം? 95 മുതൽ
2000 വരെ ആദ്യത്തെ ടേം, 2000 to 2005. 10 വർഷം നഗരസഭയുടെ. പയ്യന്നൂർ നഗരസഭയുടെ പിന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ നഗരസഭ ചെയർപേഴ്സൺ അതെ നിങ്ങളാണ് അല്ലെ? അത് ശരി. അത് ആ കാലത്തെ കുറെ പ്രവർത്തനങ്ങള് പയ്യന്നൂരിന്റെ വികസനം ഇതുപോലെയല്ലല്ലോ, അല്ല പൈസ ഇല്ല, ഈ നികുതി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ജനകീയ ആസൂത്രണ പ്രവർത്തനം വന്നതാണ് ഏറ്റവും മികച്ചൊരു നേട്ടമായത്. അതിന്റെ ഒരുപാട് പരിശീലനങ്ങൾ നമുക്ക് കിട്ടി തുടക്കമായതുകൊണ്ട്. പിന്നെ അന്നേരമാണ് ഇങ്ങനെ ഈ പിന്നെ ഫണ്ട് അലോട്ട്മെന്റ് കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാകുമ്പോ കൊറേ സർക്കാർ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന അധികാരവും പണവും താഴേക്ക് വന്നു. എനിക്കിപ്പോ ഓർമ്മ എന്താണെന്നറിയാം, ഇപ്പം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നല്ലുള്ളത് പയ്യന്നൂർ നഗരസഭ ഹോസ്പിറ്റൽ അല്ലെ, കൃഷിഭവൻ പയ്യന്നൂർ നഗരസഭ, ഇതിപ്പോ തോമസ് ഐസക്കിന്റെ എല്ലാം ചില ക്ലാസ്സുകളിൽ നമ്മൾ പോകും. അപ്പൊ പോയാൽ അവര് പറയും നിങ്ങൾ പിന്നെ നിർബന്ധമായിട്ടും ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ബോർഡ് മാറ്റണം. ഗവൺമെന്റ് അല്ല, നഗരസഭന്റെ ആണ് കീഴില്. കൃഷിഭവൻ നഗരസഭന്റെ കീഴിലുള്ളതാണ്. അപ്പൊ ബോർഡെല്ലാം മാറ്റിയിട്ട് നഗരസഭ ആക്കണം. ഇവിടെ വന്നിട്ട് പറയുമ്പോ എന്ത് നഗരസഭ, ഇവിടെ അംഗീകരിക്കൂല. കാരണം അവര് അധികാരവും വിട്ടുകൊടുക്കാൻ പണവും വകുപ്പുകൾ ചെലവഴിച്ചിട്ടുള്ള പരിചയമാണ്. അപ്പൊ ആ പരിചയം ആ അധികാരം പെട്ടെന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ രീതിയിലുള്ള പിന്നെ നഗരസഭേണ്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരിലും വന്നത്. അതിനുശേഷം ഈ നഗരസഭ പിന്നെ ചെയർപേഴ്സൺ ആയിട്ട് 2 ടേം പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെ മത്സര രംഗത്ത് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ പൊതുരാഷ്ട്രീയ രംഗത്ത് പിന്നെ ബാലസംഘത്തിൽ SFIയിലെല്ലാം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചെറുപ്പത്തിലെ ജോലിയിൽ പ്രവേശിച്ചു, വിവാഹം കഴിഞ്ഞു, അങ്ങനെയൊക്കെ അല്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സജീവമാകുമായിരുന്നില്ലേ നിങ്ങൾ? ശരിക്കും SFIയിലൊക്കെ പോയി സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ അല്ലെ? അതിനുശേഷം പിന്നെ ഈ പിന്നെ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തിന് ശേഷം പിന്നെ പൊതുരംഗത്ത് അങ്ങനെ അത്രയും സജീവമായി കണ്ടില്ലല്ലോ. ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ടായിരുന്നു, അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ മൂന്ന് ടേം 15 വർഷം ജില്ലാ കൗൺസിലർക്ക് 3 ടേമില് എനിക്ക് ഒരുപാട് ലോസ് ഓഫ് പേ ലീവ് എടുക്കേണ്ടി വന്നു. വേറെ വരുമാനം ഒന്നുമില്ല, എന്റെ സ്വന്തം വരുമാനം കൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ കുടുംബം നടക്കുന്നത്. അപ്പോ എനിക്ക് ഈ ഒരു 5 വർഷം, രണ്ടാമത്തെ 5 വർഷം ഫുൾ തീരുമാനം ഇങ്ങനെ ജോലിയുള്ളവര് ലീവ് എടുക്കണം എന്നാണ്. അപ്പൊ 5 വർഷം എന്റെ ഫുൾ പേയ്മെന്റ് പോയി. പിന്നെ ആദ്യത്തെ ടേമിലും കൊറേയെല്ലാം ലീവ് എടുക്കണം നമ്മളില്ലേ, ശരിയാവില്ല. അങ്ങനെ ഒരു 7 കൊല്ലത്തോളം എനിക്ക് ലോസ് ഓഫ് പേ ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2005 വീണ്ടും ബാങ്കിൽ ജോയിൻ ചെയ്തു. 12 വരെ എനിക്ക് 7 കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ടായി. അപ്പൊ ആ സർവീസ് പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ മാനേജർ പോസ്റ്റിലാണ് 2ാമത് ജോയിൻ ചെയ്യുന്നു. ക്ലർക്കായിട്ട് ഉണ്ടാവുമ്പോ അക്കൗണ്ടന്റ് ആയിട്ട് ഉണ്ടാവുമ്പോ ഞാൻ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കും. അപ്പൊ മാനേജർ പോസ്റ്റിലേക്ക് വരുമ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉണ്ട്. അത് പൂർത്തിയാക്കാണ്ടവർക്ക് അത് കാരണം ശമ്പളം കഴിയില്ല. അങ്ങനെ ഉണ്ടാവുമ്പോ പൊതുരംഗത്ത് ഫുൾ ടൈം ഒന്നും ആവാൻ എനിക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ 17 വരെ സജീവമായിട്ട് ഉണ്ടായിന് ഫുൾ ടൈം ആയിട്ട് തന്നെ ഉണ്ടായിന്, എല്ലായിടത്തും ഉണ്ടായിന്. പക്ഷെ പിന്നീട് എനിക്ക് എന്റെ മോള് ചെന്നൈയിലാണ്, എനിക്ക് അവിടെ പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ അവിടെ പോയി കുറച്ച് ആ കോവിഡ് കാലം ഇങ്ങോട്ട് വരുമെങ്കിലും ഇടക്ക് വരുമെങ്കിലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ഫുൾ ടൈം ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാനിവിടെ ഈ പറ്റാവുന്ന സ്ഥലത്ത് പ്രവർത്തനങ്ങളിലെല്ലാം പോവാറുണ്ട്. പിന്നെ മുമ്പത്തെ പോലെ അങ്ങനെ നമുക്ക് ഓടി നടക്കാൻ പറ്റൂലല്ലോ. അല്ല, ഇപ്പം നമ്മളെ വീടുകളിൽ ഇപ്പൊ 2 മക്കൾ ഇപ്പം കൂടെ ഇല്ലല്ലോ. മോനുണ്ട്, വൈകുന്നേരം വരും അല്ല? അങ്ങനെ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏകാന്തത ഞാൻ ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട്, പച്ചക്കറി കൃഷി ബുക്ക് മോന്റെതാണ്. ഒരുപാട് ബുക്ക് ഉണ്ട്, വായന ഒരുപാട് കുറഞ്ഞത്. അത് ഓൻ ഒരു വലിയൊരു വായനക്കാരനാണ്. അപ്പൊ പിന്നെ ഓന്റെതാണ് ആ പുസ്തകമല്ല, എന്റെ പുസ്തകങ്ങൾ ഉണ്ട് ഇടാ. എന്റെ അടുത്ത് തന്നെ അച്ഛന്റെ അടുത്താണ് എനിക്ക് വായന കിട്ടിയത്.
അച്ഛൻ വലിയ വലിയ വായനക്കാരനാണ്. വിലാസിനിന്റെ മറ്റേ അവകാശികളെ നിയമസഭ ലൈബ്രറിന്ന് എല്ലാ വാളിയും കൊണ്ടുവന്നിട്ട് വായിക്കുന്നു. അപ്പൊ അതിനല്ല എന്റെ അടുത്തുനിന്ന് ഓനി നല്ല ഒരു വായനാശീലം കിട്ടില്ല. പുസ്തകങ്ങള് പൈസ കൊടുത്തിട്ട് തന്നെ വ്യക്തി ഈ മക്കള് അച്ഛന്റെ രാഷ്ട്രീയം മകൾക്കുണ്ട്, മോനെ രാഷ്ട്രീയമുണ്ട്. പിന്നെ ഓനോട് സംസാരിച്ചാല് മനസ്സിലാവും. അതെ, അല്ല പ്രത്യക്ഷ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്. പക്ഷെ നമ്മള് സ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നു. ശരി ശരി ശരി. വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ നമ്മുടെ ഭരണരംഗത്ത് പരിഗണിച്ചതുപോലെ ജ്യോതിച്ചിയെ രാഷ്ട്രീയ രംഗത്ത് പരിഗണിക്കാതെ പോയി എന്ന് തോന്നലുണ്ടോ? ഞാനതൊന്നും അങ്ങനെ കണക്കാക്കില്ല. ചിലപ്പം പാർട്ടിക്ക് എന്തെങ്കിലും ചില നിബന്ധനകളും ചില ഇതുണ്ടാവൂലേ, പ്രകാരം ആയിരിക്കും. ഞാൻ ലോക്കൽ കമ്മിറ്റിന്ന് 18 തന്നെ ഞാൻ സ്വയം ഒഴിവായതാണ്. കാരണം എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവായി. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഷണായി നഗർ ബ്രാഞ്ച് മെമ്പറാണ് അല്ലേ? ജീവിതം ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും. അതായത് അത് മുമ്പേ അങ്ങനെ ഇപ്പൊ ഒന്ന് സംഗീതത്തിനോട് എനിക്ക് അതെ, അത് ഒരു പാട്ട് പാടണം. ഞാൻ പറയും എന്തായാലും ഒരു പാട്ട് പാടണം. ഞാൻ പറയും ഞാൻ കാണുന്നത് പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇതിലെല്ലാം ജ്യോതിച്ചി പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജ്യോതിച്ചി പണ്ടും പിന്നെ നമ്മുടെ ഈ പിന്നെ പാർട്ടിയുടെ ഗായക സംഘത്തിലൊക്കെ അതെ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മളൊക്കെ ഇലക്ഷന്റെ ഭാഗമായിട്ടുണ്ടായല്ലോ. അതുകൊണ്ട് ജീവിതം ഹാപ്പിയാണ്. പിന്നെ കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ടല്ലോ, കുറച്ച് കാണുന്ന പോലെ. പിന്നെ അത് കുറെ ചെയ്യും, അതിന് വെള്ളം ഒഴിക്കല്. പിന്നെ വീട്ടിലത്തെ എല്ലാ പണിയും, പാചകം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയാം, ഈ 20 വയസ്സ് മുതല് ജോലിയില് പോയി. അപ്പൊ ഒരു ജോലി ചെയ്യുമ്പോ വെച്ചാൽ അങ്ങനെ 10 മണി മുതൽ 5 മണി വരെ എൻഗേജിലാണ്. അതിനുശേഷമാണ് നമ്മൾ കുടുംബത്തിന്റെ പ്രവർത്തനം എല്ലാം. അപ്പൊ എനിക്ക് ശരിക്കും ശ്വാസം കിട്ടിയത് റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പൊ ഞാൻ ആദ്യകാലത്ത് ചെറുപ്പത്തില് പാചകത്തിൽ ഞാൻ വളരെ മോശമാണ്. കാരണം ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കാനും മറ്റു പുസ്തകങ്ങളായാലും വായനയും പഠിപ്പുമെല്ലായിട്ടാണ് എന്റെ അനിയത്തിമാരുള്ള അച്ഛന്റെ കൂടെ പറമ്പിലിറങ്ങിയിട്ട് പണിക്കാൻ പോകുമ്പോൾ ഞാൻ അണങ്ങൂല. അതുപോലെ അടുക്കളയിലും കയറൂല. കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് പാചകം അറിയില്ല, ഒന്നും അറിയില്ല, കാര്യമായിട്ട് ഒന്നും അറിയുന്നുണ്ടായില്ല. പിന്നെ ഞാൻ പിന്നെ പാചക കുറിപ്പുകളെല്ലാം വായിച്ചിട്ടാണ് ഇതെല്ലാം പഠിച്ചത്. അപ്പൊ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഞാൻ നല്ലൊരു പാചകക്കാരി എന്നൊക്കെ പറയാൻ പറ്റും. അതെ, എനിക്കൊരു ചോദ്യം ചോദിക്കണം. ഓക്കെ, ഞാൻ ഇടക്കേറി ചോദിക്കുന്ന വേണ്ട. ഈ എന്റെ അമ്മ വളരെ ചെറുപ്പത്തിലെ വിധവയായ സ്ത്രീയാണ്. ഞാൻ ആ മൂത്തവൻ. എനിക്ക് അന്നേരം 10 വയസ്സാണ് എന്റെ അച്ഛൻ മരിക്കുന്ന സമയം. വളരെ ഒരു രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ പൊതുരംഗത്തും നിന്നൊക്കെ വളരെ നല്ല നിലവാരമുള്ള രാഷ്ട്രീയമുള്ള ഒരാളാണ് എന്റെ അച്ഛൻ. അങ്ങനെയുള്ള ഒരാള് മരിക്കുന്ന സമയത്ത് 10 വയസ്സാണ് മൂത്ത മകനായ എനിക്ക്. 2 ചെറിയ അനിയത്തിമാരാണ് എനിക്കുള്ളത്. അന്നേരം പിന്നെ അവര് അങ്ങ് പോയ സമയത്ത് എൻ്റെ അമ്മയൊക്കെ നേരിട്ട ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ഭൂസ്വത്തിനടക്കാൻ നമ്മൾ ജീവിച്ചതെങ്കിലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ വേറെ വരുമാനങ്ങളൊന്നുമില്ല. വീട്ടിൽ നെല്ലുണ്ട്, പുല്ലുണ്ട്, ഉഴുന്നുണ്ട്, പയറുണ്ട് എന്നല്ലാതെ. അങ്ങനെ എൻ്റെ അമ്മ വലിയ രീതിയിൽ ഒരു ക്രൈസിസ് പിന്നെ നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നേരിട്ടിട്ടുണ്ട്. അമ്മ ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ ആണ് പിന്നെ ചെറിയ മോന് എത്ര മാസമാകുമ്പോൾ അന്ന് മരിക്കുന്നത്. അതെ, ഞാൻ ചോദിക്കുന്ന ആ ഒരു പിന്നെ ഒരു മരണം പിന്നെ ശരിക്ക് നമ്മുടെ പിന്നെ കുടുംബത്തെ ശിഥിലമാക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാല്. ഇങ്ങനെ അച്ഛനൊക്കെ നഷ്ടപ്പെട്ട ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുണ്ടാവുന്നൊരു അതിനോട് എന്താണ് ജ്യോതിച്ചിക്ക് പറയാൻ? അല്ല, അത് പിന്നെ അതൊരു യാഥാർത്ഥ്യാണല്ലോ. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ പിന്നെ അവര് ആത്മഹത്യ ചെയ്യാൻ നമുക്ക് പറ്റൂല, കുട്ടികളെ വളർത്തിയിട്ട് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാവുമ്പോ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. അതുപോലെ ഈ സാമ്പത്തിക ഭദ്രത അതിൽ പ്രധാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ഉണ്ടായതാണ് എനിക്ക് ഏറ്റവും ഒരു ബലം.
ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം, വനിതാദിനത്തിന്റെ സന്ദേശം കൊടുക്കാനുള്ളത് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്ത ആയിരിക്കണം. പിന്നെ തീർച്ചയായും വിദ്യാഭ്യാസം, ആ. അതുപോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് ഉം. അത് നേടിയെടുക്കണം എന്തായാലും. നിർബന്ധമായിട്ടും. നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോ എന്തായാലും ഏത് പ്രായത്തിലും നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അല്ല, കുടുംബ ബന്ധ ശിഥിലമായാൽ പോലും അവർക്ക് പിടിച്ചേക്കാൻ വേണ്ടി പറ്റും. അവരെന്നെ ആയിരിക്കും ചിലപ്പോ ആ കുടുംബത്തില് എല്ലാ. ഇപ്പൊ എന്റെ മോന് 40 വയസ്സെല്ലാം കഴിഞ്ഞെങ്കിലും നമ്മളെല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചിട്ട് മാത്രമേ എന്ത് കാര്യം ചെയ്യൂ. അങ്ങനെയുള്ള മക്കൾക്ക് പോലും നമ്മളോടൊരു ബഹുമാനവും ഒരു ഇതുമെല്ലാം ഉണ്ടാവും. കാരണം അവർക്കറിയാം എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്, കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അപ്പൊ അതാണ് പിന്നെ വേണ്ടത്. പെൺകുട്ടിക്ക് പ്രത്യേകിച്ചിട്ട് നിർബന്ധമായിട്ടും വേണം. ഒറ്റ ചോദ്യം, ഒരു പാട്ട് പാടണം. എന്തായാലും ഒരു പാട്ട് മനസ്സിൽ ഓർമ്മിച്ച് നോക്കണം. പിന്നെ ഇപ്പം ഒരു ഉദ്യോഗസ്ഥ, ഒരു ഉദ്യോഗസ്ഥ, ഒരു പൊതുപ്രവർത്തക, ഒരു ഭരണാധികാരി, ഒരു കുടുംബിനി, ഇങ്ങനെയുള്ള 4 ഘട്ടത്തിലൂടെയാണ് പിന്നെ ജ്യോതിച്ചി ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിലേതിനോടാണ് കൂടുതൽ നീതി പുലർത്തിയത് എന്ന് സ്വയം പറയുന്നത് ഏതിനോടാണ്? എല്ലാറ്റിനോടും നീതി പുലർത്തിയിട്ടുണ്ട്. എനിക്ക് മറ്റൊന്നും ആവൂല. കാരണം എന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മളെ കുറ്റബോധമില്ലാത്തൊരു മനസ്സായിരിക്കണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇതില് നമ്മളെ ചെയ്തികളിൽ തെറ്റായ ചെയ്തികൾ ചെയ്തിട്ട് ഒരു കുറ്റബോധമുള്ള മനസ്സ് മനുഷ്യന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഉള്ള, എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ളൊരു രീതി എനിക്ക്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യും. അത് ഏത് കാര്യം, ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനമായാലും ഇനി നഗരസഭേൻ്റെ എൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എൻ്റെ നഷ്ടങ്ങളോ അതൊന്നും ഞാൻ കാര്യമാക്കില്ല. ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും. അതിൽ അപാകതകളെല്ലാം ഉണ്ടാവും, പക്ഷെ ഞാൻ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ല, പിന്നെ ജ്യോതിച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ച, നിങ്ങളൊക്കെ കണ്ടു വളർന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പയ്യന്നൂർ ഓർമ്മിക്കപ്പെടുന്ന കാലത്തോളം ഓർമ്മിക്കപ്പെടേണ്ട ഒരു സാന്നിധ്യമാണ് നിങ്ങളും. അതുപോലെ നിങ്ങളുടെ അച്ഛനായിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഷണായി. അതൊന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പയ്യന്നൂരിലെ ഭരണ സംവിധാനത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടി പറ്റുകയില്ല. അതിലൊന്നും തർക്കമില്ല. അത് വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ ഒരു വനിതാ ദിനത്തിൽ ഒരുപാട് വനിതകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പച്ചവെളിച്ചം പോലുള്ള വലിയ മാധ്യമമൊന്നും അല്ലെങ്കിൽ പോലും ഇടപെടുന്ന നിലപാട് പറയുന്ന ഒരു മാധ്യമം ഇവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു റെക്കഗ്നൈസേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പിന്നെ ഇപ്പം ഒരു പാട്ട് പാടിയാലോ? വേറെ ഒന്നും പറയാനുണ്ടോ വനിതാ ദിനത്തിൽ? ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? പറഞ്ഞില്ലേ നമ്മ ഏകദേശം 1 മണിക്കൂറോളായി. പാട്ടിപ്പോ പെട്ടെന്ന് പറയുമ്പോ എനിക്ക് പിന്നെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയോ? അതെ, ശരി തന്നെ. പാട്ട് ഇത് പെട്ടെന്ന് ഇപ്പൊന്ന് പറഞ്ഞാല് ഇതൊന്നും മനസ്സിലങ്ങനെ നിക്കൂല. ഓർമ്മയില്ല? ഓർമ്മക്കേടുണ്ടാ? ഓർമ്മക്കേടൊന്നുമില്ലല്ലോ. ഓർമ്മക്കേടില്ല, എന്നാലും ഒരു പിന്നെ ഈ ലൈൻസ് ഒന്നും ഓർമ്മയിൽ നിൽക്കൂല. അതെ അതെ, ഞാൻ പല പാട്ടും കണ്ടിട്ടുണ്ട് എഫ്ഇയില്. അത് ഇപ്പം കരോക്കെ വെച്ചിട്ടുള്ള ഇപ്പം പണ്ടേ ഇപ്പം പിന്നെ ദൃശ്യന്റെ ഒരു സംഗീത അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ ചലച്ചിത്ര ഗാനത്തിന്റെ ഒരു ക്ലാസ് അവിടെ തുടങ്ങിയിട്ടുണ്ട് ദൃശ്യ. അതില് നമ്മൾ സംഗീത പഠനം, എനിക്ക് 70 വയസ്സ്. കാരണം ചെറുപ്പം മുതലേ ഉള്ള ഒരാഗ്രഹമാണ് സംഗീതം പഠിക്കണമെന്നില്ല. പക്ഷെ പല പ്രാവശ്യം ചേർന്നു. പക്ഷെ എന്റെ ഈ ജോലി, കുടുംബം, പിന്നെ മറ്റു പ്രവർത്തനത്തിന്റെ ഇടയിൽ ചേരല് മാത്രമേ ഉണ്ടാവൂ. ചേർന്ന് 1 മാസം 2 മാസം പഠിക്കാൻ പോകും, പിന്നെ നടക്കൂല. ഇപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു, അവര് വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഈ നവംബറിൽ അവർ തുടങ്ങി ക്ലാസ്. ഞാൻ എന്തായാലും വരും. ഇന്നിപ്പോ ജയചന്ദ്രൻ അനുസ്മരണം ഉണ്ട്. അവിടെ ജ്യോതിച്ച കയ്യിൽ പങ്കെടുക്കണം തോന്നല്ലേ? അപ്പൊ അതൊരു പാട്ട് പാട്. പിന്നെ അതുകൊണ്ട് എനിക്ക് ലൈൻസ് ഒന്നും മനസ്സിലങ്ങനെ നിൽക്കൂല. ലൈൻസ് എടുത്തിട്ട് പാടിയോ? അതെ, ഇരുന്നെടുക്കാം. മറ്റിപ്പോ കരോക്കെ വെച്ചിട്ടൊന്നുമില്ല. ഇതില് ഒരു പഴയ ജയചന്ദ്രന്റെ ജാനകി ഒരു പാട്ടിൽ ഒരു 4 വരി. ആയിക്കോട്ടെ, 4 വരി മതി.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വേറെ ദിവസം വന്നിട്ട് ഒരു പാട്ട് പാടിപ്പിക്കും. അത് ചെയ്തോ, നമുക്ക് കരോക്കെല്ലാം വെച്ചിട്ട് ആയിക്കോട്ടെ, അല്ലാവില്ല. യമുനേ യമുനേ പ്രേമയമുനേ യദുകുലരതി ദേവനെവിടെ എവിടെ യദുകുലരതി ദേവനെവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നിറകാത്തളമേളമെവിടെ യദുകുലരതി ദേവനെവിടെ. നമ്മളെ പിന്നെ ജ്യോതിയച്ചിയുടെ വിശേഷം ആണ് നമ്മൾ വനിതാ ദിനത്തിൽ പങ്കുവച്ചത്. പിന്നെ ഒരു വനിതാ ദിന ആശംസകൾ പറഞ്ഞു ഏതായാലും. എല്ലാവർക്കും വനിതാ ദിനാശംസ. ഇതിപ്പോ പുതിയൊരു പരിപാടിയാണ്, കാരണം ബർത്ത്ഡേ ആശംസ പറയുമ്പോൾ എന്റെ മൊബൈലിലേക്ക് ഇന്ന് കുറെ ആശംസകൾ കിട്ടിയിട്ടുണ്ട്, കേട്ടിട്ടും വന്നു. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും മക്കൾക്കും എല്ലാവർക്കും വനിതാ ദിനാശംസ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമൂഹം സ്ത്രീകള് പഠനത്തിൽ അല്ല, എല്ലാവരും പഠനത്തെ മുറുകെ പിടിക്കണം, അതല്ലേ അഭിപ്രായം അല്ലേ? അതെ, പഠനം കഴിഞ്ഞിട്ട് ഒരു തൊഴിൽ സമ്പാദിക്കണം, വരുമാനം ഉണ്ടായിരിക്കണം, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഷൈനി എന്ന് പറഞ്ഞത് ഇല്ല ജോലി കളയുമായിരുന്നു, പിന്നെ ജോലിക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. അത് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് ഒരു വല്ലാത്തത് അതിശയം തോന്നുന്നു. പണ്ടെല്ലാം ഉണ്ടായിരുന്നു ഭാര്യ ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല. ഇതിപ്പം BSc നഴ്സിംഗ് പഠിച്ചിട്ടൊരു പെൺകുട്ടി ജോലി കിട്ടാതെ 2 പെൺമക്കളെ കൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാന്നെല്ലാം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ നാണക്കേട് വളരെ അതിനെ കുറിച്ചൊന്നും വേറെ പറയാനേ ഇല്ല. അതാണ് പറയാൻ ഇത്രയാണ് പറയാനുള്ളത്. ജ്യോതിയച്ചുമായിട്ട് വനിതാ ദിനത്തിൽ ഇങ്ങനെ വന്ന് പല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതൊരു മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഇന്റർവ്യൂ ഒന്നും അല്ല. വന്നപാട് ഞാൻ പിന്നെ ജ്യോതിയച്ച് ഇവിടെ ഉണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ജ്യോതിയച്ച് എന്നെ പോലുള്ള ആളുകൾക്ക് തരാറുണ്ട്. ഇവിടെ ഉണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ട് നേരെ ഇവിടെ വന്നിട്ട് എന്തിനാ വന്നു വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ഒരു വനിതാ ദിനത്തിൽ ഒരു ഇന്റർവ്യൂ വേണം. അതുകൊണ്ട് ഒരു തയ്യാറെടുപ്പുമില്ലാതെയാണ് നമ്മുടെ സംസാരം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. പച്ച വെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.